അർജൻറ്റ് കോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ജെൻഡർ ബയാസ് എനി സബ്ജക്റ്റ് പാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സിൽ അല്ലേ, അതായത് മുമ്പത്തെ ഡിക്കേഡ്സ് പതിറ്റാണ്ടുകളിലൊക്കെ പിന്നെ വളരെ മോശമായിട്ടാണ് സ്ത്രീകൾ പെൺകുട്ടികളുമായിട്ട് ക്ലാസ് റൂമുകളിൽ പിന്നെ മറ്റൊക്കെ അവരുമായി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഫാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ക്ലാസ് റൂം ഇൻ കരിക്കുലർ അല്ലേ. മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ മോശമായിട്ടായിരുന്നു സ്ത്രീകളോട് ട്രീറ്റ്മെൻറ്റ് ഉള്ളതെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ കുറച്ച് പതിറ്റാണ്ടുകളിൽ കാര്യമായിട്ടുള്ള പുരോഗതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വിക്ടിംസ് ഓഫ് ജെൻഡർ ബയാസിൻ്റെ, അതായത് ജെൻഡർ എന്നതിലുള്ള പക്ഷേ ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു ബേസിൽ അവരെന്തായിട്ടുണ്ട് അതിൻ്റെ ഇരകളാണ്. പലപ്പോഴും പിന്നെ എഡ്യൂക്കേറ്റേഴ്സ് അധ്യാപകരിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് അവർക്ക് സെക്സിസ്റ്റ് ബിഹേവിയർ അല്ലേ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ജെൻഡർ ഇനീക്വാളിറ്റി ഇന്ത്യയിൽ നമുക്ക് കാണാം. ഇന്ത്യൻ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരെ എന്തുണ്ട്, ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ജെൻഡർ ബയാസ്, ആണാണെങ്കിൽ ഇങ്ങനെ പെണ്ണാണെങ്കിൽ അങ്ങനെ എന്നുള്ളൊരു ബയാസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പ്രെജുഡൈസ് മുൻധാരണകൾ പിന്നെ അഗെയിൻസ്റ്റ് ഫീമെയിൽ സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്ത്രീകൾക്കെതിരായിരുന്നു. ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഓൺ ദി ബേസ് ഓഫ് ജനറലൈസേഷൻ, ജെൻഡർ ബേസ്ഡ് ഡിഫറൻസസ്, സെക്സ് ബേസ്ഡ് ഡിഫറൻസസ് ഓഫൺ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. അത് പിന്നെ നമ്മുടെ മുമ്പ് ചർച്ച ചെയ്തിരുന്ന വിഷയമുണ്ടല്ലോ, അതായത് ജെൻഡർ സെക്സ് രണ്ടാണ്. ജെൻഡർ പിന്നെ ലൈംഗിക അവയവപ്രകാരം ആണാവണമെന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പോട്ടെ, മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്, അതിൽ വലിയ കാര്യമില്ലാത്ത പോയിൻ്റാണ്. പിന്നെ ജെൻഡർ ബയാസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈം, എനർജി, അറ്റൻഷൻ വിത്ത് ബോയ്സ്. ആണുങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നു, അവർക്ക് പ്രത്യേകമായിട്ടുള്ള അറ്റൻഷൻ ലഭിക്കുന്നു, അവർക്ക് പ്രത്യേകമായിട്ടുള്ള പിന്നെ എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടത്ര ലഭിക്കണില്ല. പിന്നെ സ്ത്രീകൾ പെൺകുട്ടികൾ ബാരിയേഴ്സ് ഓഫ് ഗേൾസ് അറ്റൻഡിങ് സ്കൂൾ, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പോവർട്ടി, അവരുടെ ദാരിദ്ര്യാവസ്ഥ. 2, ഓൾഡർ ഗേൾസ് ലുക്ക് ആഫ്റ്റർ ചിൽഡ്രൻ അല്ലേ, അതായത് കുറച്ച് പ്രായമുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുട്ടികളെ സംരക്ഷിക്കേണ്ടി വരുന്നു. പിന്നെ നോ നീഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ചിന്ത, എന്താ ഇപ്പോൾ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന ചിന്ത. ഇറലവൻറ്റ് ഓഫ് സ്കൂളൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന ചിന്ത. ഓക്കെ, പിന്നെ നോട്ട് ബെനിഫിറ്റ് എഡ്യൂക്കേറ്റഡ് ഡോട്ടേഴ്സ്, അത് രക്ഷിതാക്കൾക്കുള്ള പ്രശ്നമാണ്. എന്താ ഇപ്പോൾ പെൺകുട്ടികൾ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, ഓൽപ്പ് വേറെ തന്നെ ഇപ്പോൾ പോവല്ലേ, നമുക്ക് ഉപകാരമൊന്നും കിട്ടാനില്ലല്ലോ എന്ന ചിന്ത. സ്ത്രീകളെ പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എപ്പോഴും നമ്മളെ ഇതിലുണ്ട്, എന്നാലും മാറ്റങ്ങളുണ്ട്. പിന്നെ സ്ത്രീകളായ ടീച്ചേഴ്സ് ഇല്ലാത്തത്, പിന്നെ സ്ത്രീകൾക്കായി പ്രത്യേകം സ്കൂളുകളില്ലാത്തത്, സെപ്പറേറ്റ് സ്കൂളുകളില്ലാത്തത്, പിന്നെ അവർക്ക് സപ്പോർട്ടീവായ സൗകര്യങ്ങളില്ലാത്തത്, പിന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അവർക്ക് യാത്രാ സൗകര്യങ്ങളില്ലാത്തത്. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ആയിട്ട് പറയുന്നത്. പെൺകുട്ടികൾ സ്കൂൾ ഭാഗത്തിൻ്റെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾ എക്സ്റ്റെൻഡ് ടു വാട്ട് വി തിങ്ക് അബൌട്ട് വുമൺ അല്ലേ. അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സ്കൂൾ ലെവലിൽ നമ്മൾ കാണിക്കുന്ന ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആണിനെയും പെണ്ണിനെ, ആണാണെങ്കിൽ സ്കൂൾ പറഞ്ഞേക്കും, പെണ്ണാണ് സ്കൂൾ പറഞ്ഞേക്കൂല, പെണ്ണിന് പഠിച്ചിട്ട് കാര്യമില്ല എന്ന നമ്മുടെ ചിന്ത ഉണ്ടല്ലോ, അത് കേവലം സ്കൂൾ മാത്രം ഒതുങ്ങുന്നല്ല, സ്ത്രീകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത അപ്പോൾ എല്ലാ ഫീൽഡിലും അത് വ്യാപിച്ച് കിടക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ കേവലം സ്കൂൾ പറഞ്ഞേക്കുന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങണില്ല, സ്ത്രീ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ചിന്ത, ആ ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ പെരുമാറുന്ന ബിഹേവ് ചെയ്യുന്ന എല്ലാ ഫീൽഡിലും സ്ത്രീകളോട് ആ തരത്തിലാണ് നമ്മൾ പെരുമാറുക. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ ബയാസ് ഉണ്ടെന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഹിസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഹിസ് ആൻഡ് ഹെർന്ന് കൊടുക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജുകളിലുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ സജീഷനൊക്കെ ഒരു മനുഷ്യായുസ് മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ എന്നാണ് നമ്മൾ പ്രയോഗം. പുരുഷായുസ് അറിയാൻ പറ്റില്ലല്ലോ, മനുഷ്യായുസ് പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ, അവളുടെ ജീവിതകാലം മുഴുവനും പുരുഷായുസ് മുഴുവൻ ഉപയോഗിക്കരുത്. അപ്പോൾ ലാംഗ്വേജുകളിലും ഒക്കെ ഉണ്ട്. നൗ സൊസൈറ്റി ടേണിങ് അവേ ഫ്രം ജെൻഡർ ബയാസ് ആൻഡ് സെക്സിസം. പക്ഷേ ഇതെന്നൊക്കെ സൊസൈറ്റി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ പുരുഷാധിപത്യമുള്ള ഫീൽഡുകളിൽ സ്ത്രീകൾ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നു.
ട്രഡീഷണലി പുരുഷന്മാർ കൈവച്ച ഫീൽഡുകളൊക്കെ ഇപ്പോൾ സ്ത്രീകൾ എന്താക്കുന്നു ആധിപത്യം സ്ഥാപിക്കും. ഉദാഹരണം പൊളിറ്റിക്സ്, രാഷ്ട്രീയം, പിന്നെ ലീഡർഷിപ്പ്, പിന്നെ നേതൃത്വം, സയൻസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, അല്ലേ? ഇത്തരം ഫീൽഡുകൾ പുരുഷന്മാർക്കായിരുന്നു ആധിപത്യം, അവിടെ സ്ത്രീകൾക്ക് ആധിപത്യം വന്നു തുടങ്ങി. പിന്നെ ബോയ്സിന് പിന്നെ സ്ത്രീകൾക്ക് ആധിപത്യമുള്ള ഫെമിനിൻ ഫീൽഡ് നമ്മൾ വിചാരിക്കണം. ട്രഡീഷണലി സ്ത്രീകൾ കൈകാര്യം ചെയ്തിരുന്ന പിന്നെ പിന്നെ കുട്ടികളുടെ സംരക്ഷണം, നേഴ്സിങ്, ഹോം വർക്ക്, ഹൗസ് വർക്ക്, അല്ലേ? അപ്പോൾ വീട്ടുജോലി, നേഴ്സിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കും അതിലെന്താണ് കുട്ടികളെ സംരക്ഷിക്കുന്ന വിഷയത്തിലേക്ക് ആധിപത്യം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അത് സാധിക്കുന്ന അർത്ഥം. അപ്പോൾ എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തില്ല ആ പ്രശ്നമൊന്നും, ട്രഡീഷണൽ റോൾ, ട്രഡീഷണലി സ്ത്രീ ഇതൊക്കെ ചെയ്യണം, പുരുഷൻ ഇതൊക്കെ ചെയ്യണം എന്ന സാധനമൊക്കെ പതുക്കെ പോകുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു 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 ഭയങ്കരമായിട്ട് ഒരു പഠനം നടത്തി. അതിന് മുമ്പ് സ്ത്രീകൾ CEO ആവാറുണ്ട് പല കമ്പനികളുടെ, ലെജിസ്ലേറ്റേഴ്സ് ആവാറുണ്ട്, സയൻറ്റിസ്റ്റുകളൊക്കെ സ്ത്രീകളാവാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗേ ദമ്പതികളുണ്ടല്ലോ, അതായത് പുരുഷനാണ് ഗേ, അങ്ങനത്തെ പുരുഷനാളുകൾ കുട്ടികളെ ദത്തെടുത്തിട്ട് അവർ കുട്ടികളെ പരിചരിക്കാറുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ഇത് പറ്റുന്നർത്ഥം. പിന്നെ മെയിൽസ് നേഴ്സ് എന്ന ഒരാശയം, ആണുങ്ങൾ നേഴ്സ്, അത് സക്സസ് ആണ്. അപ്പോൾ ഇതെന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവണത്, അതായത് ജെൻഡർ സെഗ്രഗേഷൻ, ആണുങ്ങളൊക്കെ ഈ ജോലികൾ ചെയ്യുക, പെണ്ണുങ്ങളൊക്കെ ഈ ജോലികൾ ചെയ്യുക എന്നതിനൊരു വാല്യൂ ഇല്ല എന്നതിന് 3 ഉദാഹരണം വന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് പറ്റുന്ന ജോലി ഏതാണ് ചെയ്യുക. പെണ്ണുങ്ങളാകുമ്പോൾ നേഴ്സിംഗ് പണി, ആണുങ്ങളാകുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി, ലീഡർഷിപ്പ്, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ കഴിഞ്ഞത് എന്താണോ അത് ചെയ്യാം. പിന്നെ കുട്ടികളുടെ സംരക്ഷണം പോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആര് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്? കുട്ടികളുണ്ടാവില്ലല്ലോ, കുട്ടികളുണ്ടാവണമെങ്കിൽ എന്താ ചെയ്യുക, പിന്നെ അവരെടുത്ത് ചെയ്യാറുണ്ടല്ലോ. പിന്നെ റിസർച്ചേഴ്സ് പല റിസർച്ച് നടത്തിയെങ്കിലും ഓർക്ക് ഒരു എവിഡൻസും കിട്ടില്ല ഈ വിഷയത്തിൽ. ആണും പെണ്ണും ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും പിന്നെ വ്യത്യാസമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കൺക്ലൂഷൻ ഓഫ് വുമൺ ക്യാൻ തിങ്ക് ലീഡ് മെൻ കെയർ, അല്ലേ? അതുപോലെ കൺക്ലൂഷൻ എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ കഴിയും, സ്ത്രീകൾക്ക് ലീഡ് ചെയ്യാൻ കഴിയും, പുരുഷന്മാർക്ക് കെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ കെയർ ചെയ്യാനും അത് കഴിയുള്ളൂ, പുരുഷന്മാർക്ക് അത് കഴിയൂല. അതുകൊണ്ട് പിന്നെ പുരുഷനാണെങ്കിൽ മാത്രമേ ലീഡിങ് പറ്റുള്ളൂ, ചിന്തിക്കാൻ കഴിയുള്ളൂ, സ്ത്രീകൾക്ക് പറ്റില്ല. അങ്ങനെ സംഭവങ്ങളൊന്നും റിസർച്ചേഴ്സിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റാണ്. ഓക്കെ, മൗലികാവകാശമാണ്. പ്രത്യേകിച്ച് എലമെൻ്ററി എഡ്യൂക്കേഷൻ, തുടക്ക കാലഘട്ടത്തിലെ പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിറ്ററസി, സാക്ഷരത ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാൻ അച്ചീവ് ഇൻ ദീസ് ഇൻ നൗ, അല്ലേ? ഇതുപോലും ഇന്ന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അവിടെ വിദ്യാഭ്യാസത്തെ തടയുന്ന ചില ഘടകങ്ങൾ, ഒന്ന് പോവർട്ടി, ദാരിദ്ര്യം, പിന്നെ പ്രൊവൈഡ് ഓഫ് വൈൽഡ് ചൈൽഡ് മാർക്കറ്റുകൾ, അല്ലേ? അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ പിന്നെ അവർക്ക് ജോലി സൗകര്യം ഉണ്ടാവുക. പിന്നെ ആബ്സെൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ സ്കൂളിങ്, പഠിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചിന്ത അങ്ങനെയാണല്ലോ, പിണറായിൻ്റെ കേരളത്തിൽ പഠിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, ഒന്നുകിൽ പുറത്ത് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയാണ്. കാരണം ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന സാർക്ക് 10,000 രൂപ സാലറി ഉണ്ടാവും. അവിടെ അടിച്ചേരുന്ന താത്തക്ക് എത്ര ഉണ്ടാവും അറിയോ? 600 രൂപ, അതായത് 18,000 രൂപ. അപ്പോൾ ജോലി എന്താണ് ഇപ്പോൾ ഇത്രയും കാലം പഠിച്ചിട്ട് എന്താ കാര്യം എന്ന ചിന്ത. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത്, ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്. പിന്നെ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നല്ല സ്കൂളുകളൊക്കെ ഉണ്ടാക്കുക, പിന്നെ സ്കൂളിംഗ് പിന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആവുക, പിന്നെ ആകർഷകീയമാക്കുക. പിന്നെന്താ, മിഡിൽ ആൻഡ് ഹൈ സ്കൂൾ കരിക്കുലർ, അല്ലേ? അതിൻ്റെയൊക്കെ കരിക്കുലം ഒന്നുകൂടെയൊക്കെ റിവൈസ് ചെയ്യുക, അതായത് കൂടുതൽ വൊക്കേഷൻ ജോബ് ഓറിയൻറ്റഡ് വർക്ക്, പിന്നെ വിദ്യാഭ്യാസം കൂടുതലൊക്കെ എന്താവുക, ജോബ് ഓറിയൻറ്റഡ് വൊക്കേഷനിലാവുക, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം. പ്രൊവൈഡ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലൊക്കെ ലഭ്യമാക്കുക. പിന്നെ 60 മില്യൺ ഗേൾസ് ഇപ്പോഴും സ്കൂളിൽ പോകണില്ല. 2006 26% കുട്ടികൾ മാത്രമാണ് എന്ത് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ 50% പുരുഷന്മാരും. ചൈൽഡ്ഹുഡ് ലിറ്ററസി റൈറ്റ്, അവിടെ സാക്ഷരത എത്രയാണ്? ബോയ്സാണ് 82%, സ്ത്രീകളാണെങ്കിൽ 65%. 2011 കണക്ക് പ്രകാരം 10%
പിന്നെ അതിന് ശേഷം 2011 മുതൽ 8 വർഷം കൊണ്ട് 2019 ആകുമ്പോഴേക്കും 10% അത് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഒരു സെൻസസിൻ്റെ ഒരു ഇതുണ്ട്, കള്ളിയുണ്ട് പുസ്തകത്തിൽ, അതൊന്ന് വായിച്ചു നോക്കണേ. ഒന്നുമില്ല, ഓരോ സമയത്ത് പുരുഷന്മാർക്ക് എത്രയാണ് ലിറ്ററസി ഉള്ളത്, സ്ത്രീകൾക്ക് എത്രയാണ് എന്നുള്ളത് ഓരോ വർഷത്തിലും ഇങ്ങനെ ജസ്റ്റ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.